അയ്യോ ഞങ്ങളെ കുടുങ്ങി ഗൈസ്. തുറക്കാത്തെന്താ? പൂട്ടിച്ച് കട പൂട്ടിച്ച് ഇവള്. ഞാൻ മുന്നേ പടി വാള് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബാലി വീഡിയോസിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ബാലിയിലെ അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു ബാലി നൈറ്റ് ലൈഫിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഇതിന് വിരിവീനലാക്കുന്നത്. അതെ. അപ്പൊ ബാലി നൈറ്റ് ലൈഫിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ റാൻഡം അല്ലേ എല്ലാ നൈറ്റും എടുത്തിട്ടില്ല, പോലെ എടുത്തൊന്നല്ല, ചുമ്മാ അങ്ങ് എടുത്തു പോയ കുറച്ച് വിഷ്വൽസുകളും. അതെ, നമ്മള് രാവിലെ പോയി എല്ലായിടത്തും കറങ്ങി നടന്നിട്ട് ഞങ്ങൾ അവസാനം രാത്രി ആയപ്പോ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ പോയി എല്ലാവരും കണ്ടിട്ട് വായോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ബാലിയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി പോവാണ്. യെസ്. അപ്പോൾ ഇപ്പോൾ ബാലിയിൽ ഇപ്പോൾ ഇവിടെ ഒരു 10 മണിയായിട്ടുണ്ട് അല്ലേ? നാടും ബാലിയും തമ്മിൽ ഏകദേശം 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പൊ 10:30. യെസ്. നാട്ടിലെത്ര? 8 മണി. 8 മണി. നാട്ടിൽ 8 മണി, ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിലെ ചുറ്റിനുമുള്ള സ്ഥലം. തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അടിപൊളിയാണ്. അതല്ല ഇപ്പൊ ഇല്ലെന്നല്ലേ ഉള്ളൂ, പിന്നെ ഉണ്ടാവും. കം ഓൺ ഗൈസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ വിട്ട കാറ് വിട്ട ഹോട്ടല് എന്നായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ പുറത്തിറങ്ങി ഫുള്ളൊന്ന് ഹാങ് ഔട്ട് ചെയ്യാന്ന്. 250K 2 ലക്ഷം രൂപ ബിക്കിനിക്ക്. ഇവിടെ ഇങ്ങനത്തെ കൊറേ കടകളുണ്ട് കേട്ടോ. ഇവിടെല്ലാം പൂട്ടിയടാ 10 മണിയാകുമ്പോ തന്നെ. കുഞ്ഞു കുഞ്ഞു വഴികൾ പോലെ എനിക്ക് ബ്രോഡ്വേ പോലെ ഫീൽ ചെയ്യുന്നു. തുടങ്ങി ഇവക്ക് എന്ത് കണ്ടാലും കൊച്ചിയാണ്. നമ്മൾ എന്ത് കണ്ടാലും നമ്മുടെ നാടിനെ വെച്ചൊന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കുമല്ലോ, അതാണ് സംഭവം. രാമുട്ടൻ പറഞ്ഞായിരുന്നു നേരത്തെ, രാമുട്ടൻ സ്ട്രീറ്റ് അത് സ്റ്റൈൽ ചെയ്തതാ. രാമുട്ടൻ പറഞ്ഞു സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം എന്ന്. ആ പേരുള്ള കടയിൽ തന്നെ കയറാം. സോ ഗൈസ്, അപ്പോൾ ആ കടയിൽ കൂടുതലും സീ ഫുഡ് ഐറ്റംസ് ആണുള്ളത്. അപ്പൊ സീ ഫുഡ് ഞാൻ പറഞ്ഞു കഴിച്ചോന്ന് പറഞ്ഞു. എല്ലാം ചില്ലാണ് ഇവിടെ. ചില്ലിനൊരു കുറവില്ല, ചില്ലിച്ചിൽ. അപ്പൊ ഞാനിപ്പോ നോക്കുന്ന ചെയ്യുമ്പോ എപ്പോഴും കുറച്ചും കൂടെ ഓപ്ഷൻസ് ചിക്കനിലുണ്ടോ നോക്കും. ഇപ്പൊ ഇന്നാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കയറിയപ്പോ ചിക്കന്റെ ഓപ്ഷൻസ് ഇല്ല. ഇവളെ അന്ന് കഴിച്ചു നോക്കിയെടുത്ത ഫിഷ് പിടിച്ചിട്ടില്ല, അതാണ് സത്യം. ഇന്തോനേഷ്യൻ ഫ്ലേവർ എനിക്ക് അങ്ങനെ അങ്ങോട്ട് മീൻകറി പറ്റുള്ളൂ. അതാ ഡ്രീം ക്യാച്ചറിന്റെ കേന്ദ്രം. എവിടെ? അതാ മോനെ ഡ്രീം ക്യാച്ചർ എന്നെ കാണിച്ച് പറ്റിച്ചാര്. ഓ, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലേ നമുക്ക്. എണ്ണം പൂട്ടിട്ട് പോവാൻ നിക്കുന്നേ, അതിന്റെ അടക്കം ഇവള് കയറിട്ട് ഇവള് വാങ്ങുന്നില്ല കേട്ടോ, ചുമ്മാ പറ്റിക്കാൻ പറയുന്നത്. പറഞ്ഞത് അവന്മാര് വെറുതെ വ്ലോഗ് എടുത്തോണ്ടിരിക്കാൻ വേണ്ടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കട എടുത്തിട്ട് പോവാൻ നോക്കടാ എന്നാണ് അവര് ആ ഭാഷയിൽ പറഞ്ഞത്. നിന്നെ കണ്ടാലറിയാ വാങ്ങൂല. പക്ഷെ നല്ല രസമുണ്ടല്ലേ ഗായ്സ്. ഇതിന് 250K, ഇതിന് 250K, മേലേക്കുള്ള 300K ആണ്. 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെയാണ്. 2 ലക്ഷം രൂപയുടെ ഡ്രീം ക്യാച്ചർ ആണ് ഗായ്സ് ഇത്. ഹലോ എന്റെ ഞാൻ ഉണ്ടാക്കി തന്ന ഡ്രീം ക്യാച്ചർ എടുക്കണമെന്ന് വെച്ചാൽ 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് ഡ്രീം ക്യാച്ചർ കേൾക്കുമ്പോഴേ എനിക്ക് ഇപ്പൊ ഇഷ്ടമാണ്. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഞാൻ കാണുമ്പോ എന്തുകൊണ്ടാ അടുത്തേ കൂടെ പോലും. ഹലോ, കയ്യിലിടുന്ന ചെയിൻസ് നല്ല രസമുണ്ട്, ബ്രേസ്ലെറ്റ്. കട പൂട്ടിച്ച് What's the price of this red one? അതാ ഇപ്പം പറയും 10 ലക്ഷം. ചേച്ചി വെറുതെയാണ്, ഇവളെ ഒരു സാധനം വാങ്ങൂല, ഇവളെ പറ്റിക്കുന്നയാ. 180? 1 ലക്ഷത്തി ബാർഗനിങ് തുടങ്ങി മോനെ. ചേച്ചി അവള് വാങ്ങൊന്നുമില്ല, ഇവളെ പറ്റിക്കുന്നയാ. നീ വാങ്ങൊന്നുമില്ലല്ലോ, വെറുതെ
അതാ മോനെ ചേച്ചി കുട്ടിക്ക് അയ്യോ എന്നോട് എത്ര വയസ്സാണ് 150 എത്രയെന്നും കൂടെ അറിയാൻ പാടില്ല. ഇങ്ങനെ വണ്ടികൾ റെന്റിന് കിട്ടും. ഏറ്റവും സുഖം ഇതാണ്, വരിക ഈ സ്കൂട്ടർ റെന്റിന് എടുക്കുക. നല്ല ഭംഗിയുണ്ട്. നൈറ്റ് ലൈഫ് 10 മണി വരെ ഉള്ളൂ കേട്ടാ നമ്മള് പോയെടുക്കേ. ഇത് കണ്ട ഈ സാധനം ആ പൂജയാണ്. പൂജയാ? അതിന്റെ അകത്ത് ഞാൻ സിഗരറ്റ് വെച്ചിട്ടുണ്ടല്ലോ. സിഗരറ്റ് എടുത്തൊരു പൂജ അതാ കണ്ടില്ലേ, എന്റെ സിഗരറ്റ് ഉണ്ടാവാ. ഓക്കെ ഓക്കെ ഓക്കെ. അതെന്താണല്ലോ അതിന്റെ ഒരു ഐതിഹ്യം എന്താന്നാവോ? ഒരു പാത്രം, ആ പാത്രമല്ല, ഒരു ഇല കൊണ്ട് ഉണ്ടാക്കിയത്. ഇതെടുത്ത് കാണിച്ചു കൊടുത്താലോ? ഇവിടെ ഫുള്ളുണ്ട്. ഒരു ഇലയുടെ കൊണ്ടുള്ള ഒരു പാത്രം, അതിനകത്ത് കുറെ പൂക്കളും ഇലകളും, അതിന്റെ ഒരു സിഗരറ്റും. എന്താണെന്നാവോ? എന്നോട് ചോദിച്ചാൽ എന്താ തോന്നുന്നു? നീ ഏത് ഭാഷ ചോദിക്കൂ? എല്ലാ കടകളിലും ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് നൈറ്റ് ലൈഫിന് നാളെ കാണാം. എനിക്ക് വിശക്കണം. ഓക്കെ ബൈ. അപ്പൊ ഇനി നാളത്തെ ബാക്കി ലൈഫ് ഹലോ ഗായ്സ്. അപ്പൊ നമ്മള് ബാലിയിലെ സെക്കൻഡ് ഡേ നമ്മൾ പുറത്തേക്ക്, അതായത് നമ്മുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ എല്ലാ ഷോപ്പുകളും ഇപ്പോൾ ആക്റ്റീവാണ്. ആക്റ്റീവോ? ആ, കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോ ഇതെല്ലാം ക്ലോസ്ഡ് ആവും. വെറൈറ്റി എന്ത് തിന്നാം എന്നുള്ള രീതി തപ്പിയാണ്. ശബ്ദമൊക്കെ മാറി തുടങ്ങിയല്ലേ വർത്താനം. രാമു പെടുന്ന പഴയ ജോലി. ഇങ്ങനെയുള്ള ബസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോ അത് എന്റെ ഒരു സാധനമാണ്. ബസ്സായത് കലൂര് തന്നെ ബ്ലോക്കിലേക്ക് ഓടിക്കാൻ പറ്റിയ ബസ്സായത് അല്ലേ? അത്രല്ലേ ഉള്ളൂ. ഓ അങ്ങനെ ചെറിയ ബസ്. ചെറുതായിട്ട് അതിലേക്ക് ഓടിച്ചു പോവാ. ഗായ്സ്, അങ്ങനെ ഹിന്ദി പാട്ട് കേട്ട് നമ്മൾ നമ്മൾ വിചാരിച്ചല്ലേ ഹിന്ദിക്കാരുടെ ആയിരിക്കുന്നു. പക്ഷെ ഇത് മലയാളികളുടെ ഹോട്ടലാണ് ഗായ്സ്. നമ്മുടെ രണ്ട് ചേട്ടൻ ഒരു ഒളിച്ചു നോക്കൂ ഗായ്സ്, മലയാളം പൊറോട്ട കഴിക്കാം ഗായ്സ്. നമുക്ക് പൊറോട്ട കഴിക്കാം. ബാലി കയറി നമുക്ക് പൊറോട്ട കഴിക്കാം. തിരിഞ്ഞൊക്കെ നിൽക്കണേ. ഞാൻ ഇവിടെ നിൽക്കാണ്. വേറൊന്നും വേണ്ട. നമ്മളെ അങ്ങനെ മലയാളക്കടയും. നമ്മൾ ഇന്നലെ റൈറ്റ് പോയി, പക്ഷെ നമ്മൾ ലെഫ്റ്റ് വന്നത് എത്ര നന്നായി ആലോചിക്കായിരുന്നു. കേരളം എപ്പോഴും ഇടതുപക്ഷ ചിന്താഗതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഗായ്സ്, അപ്പൊ ഇതുവരുടെ റൂഫ് ടോപ്പാണ്. അപ്പൊ നമ്മുടെ നിഹാൽ ചേട്ടനും ബിബിൻ ചേട്ടനും പറഞ്ഞു പോയി നോക്കിയിട്ട് വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മൾ ബാലിയിൽ പൊറോട്ട കഴിക്കാൻ പോവാണ്. പൊറോട്ടയും ചില്ലി ചിക്കനും. നമ്മുടെ ചില്ലി ചിക്കൻ നാട്ടിൽ കിട്ടണ പോലെ അതേ ടേസ്റ്റ്. പൊറോട്ട ഫുൾ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പൊറോട്ട അല്ല. ട്രിപ്പ് വന്നിട്ട് നാട്ടിൽ ഭക്ഷണം കഴിക്കുക, അത് ആലോചിച്ച് നോക്കിയേ. ഇവളെ ഞാൻ അപ്പൊ ഗൈസ്, നമ്മൾ ബാലിയുടെ നൈറ്റ് ലൈഫ് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. 3rd ഡേ ആണ്. ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട്, മാറി. യെസ് ഗൈസ്, സോ നമ്മുടെ ബാലിയിലെ 3rd ഡേ നമ്മളിവിടെ വന്നിട്ട് നൈറ്റ് ലൈഫ് നോക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നേക്കുന്നത്. എല്ലാവരും പറഞ്ഞൊരു സ്പോട്ടാണ്. അതെ, ഫിൻസ്, ദ വേൾഡ് ബെസ്റ്റ് ബീച്ച് ക്ലബ്. ബെസ്റ്റ് ആണോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നമ്മള് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് കയറാൻ പോവാണ്. എന്റെ വടിവാള് പിടിച്ചു ഗൈസ്. ഞാൻ മുന്നേ വടിവാള് കയറ്റാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എൻട്രി ഭയങ്കര ചെറുതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ ഒരു ക്ലബ്.